സത്യം പറഞ്ഞാൽ ഞാൻ അതുവരെ എനിക്ക് ഞാൻ പറഞ്ഞില്ല റാപ്പ് എന്താണെന്നറിയില്ല, ഈ ഹിരൺദാസ് ആരാന്നും എനിക്കറിയില്ല. ഇത്രക്ക് പോപ്പുലറായെന്നെ കണ്ടിട്ട് മനസ്സിലായില്ലടാ ജാടത്തേണ്ടി. ഈ അറസ്റ്റ് നടന്നപ്പോഴാണ് ഞാൻ ചോദിച്ചത് ഇത് ആരാ ആള്. കാരണം അറസ്റ്റ് ചെയ്ത് പറയുമ്പോൾ ഏതൊരു VIP ആണല്ലോ. അപ്പോഴാണ് ഞാൻ ചോദിച്ചത് ഇത് ആരാണ് ആള്. ഞാൻ നിന്റെ തന്ത, ഇവരൊക്കെ നിന്റെ മറ്റു തന്തമാര്. ഇദ്ദേഹത്തിൻ്റെതെന്ന് പറയുന്ന ചില സാഹിത്യങ്ങൾ ഞാൻ പലരും അയച്ചു തന്നത്, പാടുന്നത് കേട്ടു. അത്ര നിഷ്കളങ്കമാണ് ആ വരികൾ എന്ന് എനിക്ക് തോന്നിയില്ല. 117 തരം ഭ്രാന്തുകളുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇത് 118ാമത്തതാ. ലങ്കൻ പുലികൾക്ക് ദാഹിക്കും. അതിൽ ചെറിയ ഭയം ഉണ്ടാക്കി. കാരണം ആ ലങ്കൻ പുലികളുടെ ദാഹം തീരാൻ ഒരു പ്രധാനമന്ത്രിയുടെ രക്തം കൊടുത്തവരാ നമ്മള്. മനസ്സിലായി ആർക്കറിയാം. എന്താ മനസ്സിലാക്കി? പാട്ടായിട്ട് മാത്രം ആസ്വദിക്കുന്നവരും അല്ല, എന്തായാലും അർത്ഥം ഉണ്ടാവില്ലേ? കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വായിക്കണ പോലെയാണ് എവിടെയൊക്കെ പള്ളിക്കൂടത്തിൽ പിള്ളകളെ വിടണത്. കൊച്ചിക്കായലിൽ താത്തിയ പിന്നെ എന്തോ തെരഞ്ഞാ പോലും കിട്ടില്ല. നീ ശരിയാവില്ലടി. ചാണകം ചാരിയാൽ ചാണകം മണക്കുമെന്ന് പറയുന്നത് വെറുതെ അല്ല. കൊച്ചിക്കായലിൽ ചവിട്ടി താത്തിയാൽ. ഇപ്പോൾ ഞാൻ മരണം തരുന്ന ആളാണ് എന്ന് പറഞ്ഞതാ പറഞ്ഞത്. കൊച്ചി എല്ലാ അനുഭവങ്ങളാണെന്നാ പറയുന്നത് കേട്ടോ. വെറുതെ അല്ല അനുഭവങ്ങൾ പാച്ചാളികൾ എന്ന് പറയണത്. ഇവിടെ ധാരാളം പേരെ കാണാതാകുന്നുണ്ട്, കുട്ടികളെ, സ്ത്രീകളെ, അല്ലേ? ഈ കൊച്ചിക്കായലിന്റെ അഗാധതകളിൽ ആരെങ്കിലും ഒക്കെ ചവിട്ടി താത്തുന്നുണ്ടോ ഇവിടുത്തെ ഏതെങ്കിലുമൊക്കെ സംഘങ്ങൾ? ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. ചവിട്ടി താത്തിയ പിന്നെ തെരഞ്ഞാ കാണില്ല എന്നാ പറയണത്. എനിക്കറിയില്ല. ഇതുവരെ പറഞ്ഞൊന്നും മനസ്സിലായില്ലേ? അറിയാത്ത തള്ള ചൊറിയുമ്പോഴറിയാം. എനിക്കറിയില്ല. അങ്ങനെ ഒരുപാട് കേസുകളുണ്ടല്ലോ. ഉണ്ടായിരിക്കും. അത് അറിയാവുന്നവർക്കല്ലേ ഇത് പറയാൻ പറ്റുള്ളൂ. ചിലതിലൊരു അർത്ഥം ചിലപ്പോ ഞങ്ങൾക്ക് കണ്ടെത്താൻ പറ്റാണ്ടാവും, ഒരർത്ഥം ഉണ്ടാവില്ല. പക്ഷെ എന്നാൽ ഇത്തരം ചില വരികൾ, ചൈനയിലെ കാര്യം അറിയാം, ലിബിയയിലെ കാര്യം അറിയാം, സിറിയയിലെ കാര്യം അറിയാം, പാലസ്തീന്റെ കാര്യം അറിയാം. എന്റെ ഇന്ത്യയിലെ വിഷയം കാലനം കാത്തിരിക്കുന്ന ഈ തള്ളക്ക് ഇനി എന്തോന്ന് ഭാരതം അനുഭവിച്ച ഒരു ദുരിതത്തെ പറ്റിയും അതിനകത്ത് പരാമർശമില്ല. ശരീരത്തിന് സൂക്കേട് വന്നാൽ ചികിത്സിച്ച് മാറ്റാം, മനസ്സിന് വന്നാലോ നിനക്ക് മനസ്സിനാ രോഗം. പാരമ്പര്യമായി കിട്ടി നിന്റെ അച്ഛന്റെ രോഗം. അല്ലേ? അപ്പൊ ഞാൻ ആദ്യം എൻ്റെ വീട്ടിൽ കഞ്ഞിക്ക് വഴി ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് എടുത്തിട്ട് അവർക്ക് കൊടുക്കണം. എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും പ്രശ്നമാണ്, ബാക്കിയിലേക്കും പ്രശ്നമാണ്. നീ നിന്റെ പണിയെടുക്കും. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇത്രയും നേരം വീടിന്റെ നമ്മൾ പല കാര്യങ്ങളും സംസാരിച്ചു, പക്ഷെ ഈ പാട്ടിന്റെ അർത്ഥങ്ങളെ കുറിച്ച് ഒന്നും സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോലെ. ഇപ്പൊ ഞാൻ കാണിച്ചു തന്ന ഒരു വീഡിയോ അല്ലെങ്കിൽ NR മധു എന്ന് പറയുന്ന ഒരാൾ പറയുന്ന ഒരു കാര്യമാണ് ടീച്ചറിനെ കേൾപ്പിച്ചത്. കറക്റ്റ്. റെഡിമെയ്ഡ് ഉത്തരം. പറഞ്ഞു പറയിച്ചാണെന്ന് പറയത്തേ ഇല്ല. ഈ രാജ്യദ്രോഹമാണ്, ആ പാട്ടിലുള്ള വരികൾ ശരിയല്ല, അർത്ഥം തെറ്റാണ് എന്നുള്ളത്. ഞാൻ ഭ്രാന്തിയല്ല, എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഒറ്റയ്ക്ക് വിളിച്ച് അല്ല. വലിയ തോൽവിയായിരുന്നല്ലേ. ടീച്ചർ നേരത്തെയും മുഴുമിപ്പിക്കട്ടെ. എനിക്ക് ഇവൻ വെറും മൃഗല്ല, കണ്ടാമൃഗ. ഒറ്റയ്ക്ക് വിളിച്ചു പറയാൻ ഞാൻ ഭ്രാന്തിയല്ല. നിങ്ങളുടെ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് നിങ്ങളുടെ ചോദ്യങ്ങൾക്കാണ് ഞാൻ ഉത്തരം തരേണ്ടത്. ഭ്രാന്താണെന്ന് ഞാൻ ചോദിക്കാനല്ല, പക്ഷെ ഇത്ര കൂടിയാലും ഭ്രാന്താ.